നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ എന്ന മഹാമാരി ഗൾഫ് രാഷ്ട്രങ്ങളിൽ വിതയ്ക്കുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. നിരവധി പ്രവാസി മലയാളികളാണ് ഇതുമൂലം മരണത്തിന് കീഴടങ്ങിയത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കോവിഡ് പോസിറ്റീവായ ഒരു പ്രവാസി മലയാളിയുടെ കോവിഡ് പോരാട്ടകഥ പ്രവാസി ലോകം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പ്രവാസിയുടെ വാക്കുകൾ ഇങ്ങനെ: ആശങ്കപ്പെടാൻ ഏറെ ഉണ്ടായിരുന്നു. പ്രായം 60, പോരാത്തതിന് പ്രമേഹ രോഗവും. കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിയിപ്പ് കിട്ടിയതോടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞത് ഇതായിരുന്നു: 60 വയസ്സിന് മുകളിലുള്ളവരും മറ്റു രോഗങ്ങളുള്ളവരും കൂടുതലായി മരണത്തിന് കീഴടങ്ങുന്നുവെന്ന് മുമ്പേ വായിച്ചറിഞ്ഞിരുന്നു. ഇതാണ് എൻ്റെ ആശങ്ക ഇരട്ടിയാക്കിയത്. വീടും കുടുംബവും നാടും കടബാധ്യതകളുമെല്ലാം മനസ്സിലൂടെ ഓടിക്കളിച്ചു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് സഹമുറിയന്മാരോട് വിവരവും പറഞ്ഞു. അവർ പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ് എൻ്റെ ഉള്ളിലെ കോവിഡിനെ തുരത്താൻ ഏറ്റവും അധികം സഹായിച്ചത്. KMCC പ്രവർത്തകൻ സിറാജ് ഓർക്കാട്ടരിയും കാസിം പുത്തൻപുരയ്ക്കലും നിസാറുമായിരുന്നു എൻ്റെ മുറിയിലുണ്ടായിരുന്നത്. അവരുടെ പ്രധാന ശ്രദ്ധ എന്നെ പരിചരിക്കുന്നതിൽ തന്നെയായിരുന്നു. അങ്ങനെ ആവി കൊള്ളിക്കുക, ചുക്കുകാപ്പിയിട്ട് തരുക, വസ്ത്രങ്ങൾ അലക്കി തരുക എന്ന് വേണ്ട, എന്നെ അവർ സ്നേഹവും ശുശ്രൂഷയും കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. സുഹൃത്തുക്കളായ ഫൈസൽ വയനാടും നാസർ ഊരകവും എല്ലാ പിന്തുണയും അറിയിച്ച് വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മെയ് 15-ന് ആംബുലൻസ് എത്തി ദുബായ് സുലൈമാൻ ഹബീബി ആശുപത്രിയിലേക്ക് മാറ്റി. ആംബുലൻസിൽ എൻ്റെ നാട്ടുകാരനായ മറ്റൊരു കോവിഡ് പോസിറ്റീവ് രോഗിയും ഉണ്ടായിരുന്നു. കാഷ്വാലിറ്റിയിലെ ചെക്കിംഗ്, നെഞ്ചിന്റെ എക്സ്റേ, ശ്വാസനാള സാമ്പിൾ പരിശോധന എന്നിവയ്ക്ക് ശേഷം രാത്രിയോടെ അഡ്മിറ്റ് ചെയ്തു. മുറിയിലെത്തിയപ്പോൾ ശരിക്കും ഞെട്ടി. 5 സ്റ്റാർ സൗകര്യമുള്ള വിശാലമായ ഒറ്റമുറി, TV, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, രുചികരമായ ഭക്ഷണം. ഇതിനെല്ലാം പുറമെ എപ്പോഴും പരിശോധിച്ച് റീഡിംഗ് എടുക്കുന്ന നേഴ്സുമാരും ഇടയ്ക്കിടെ വിവരങ്ങൾ അന്വേഷിക്കുന്ന ഡോക്ടർ അബീറും. ഈ രാജ്യവും ഭരണാധികാരികളും എന്നെപ്പോലെയുള്ള സാധാരണക്കാരനായ പ്രവാസിയോട് കാണിച്ച കരുതലാണിത്. സൃഷ്ടാവിനോട് നന്ദി പറഞ്ഞും പ്രാർത്ഥിച്ചും 7 ദിനങ്ങൾ കടന്നുപോയി. കുടുംബവും കൂട്ടുകാരും ഓഫീസും സാമൂഹിക പ്രവർത്തകരും എന്നോടൊപ്പം ആശുപത്രി കിടക്കയിൽ എപ്പോഴും ഉള്ള പ്രതീതി. നേരത്തെ തന്നെ വർക്ക് ഫ്രം ഹോമിലേക്ക് മാറിയതിനാൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ സൂം, ബോട്ടിം എന്നിവ ഉപയോഗിച്ച് എല്ലാവരുമായി സമ്പർക്കം തുടർന്നുകൊണ്ടേയിരുന്നു. ഓൺലൈൻ വാർത്തകൾ മുടങ്ങാതെ വായിച്ചു. 6-ാം ദിവസം കാത്തിരുന്ന മെസ്സേജ് എത്തി: നിങ്ങളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. അടുത്ത ദിവസം മുതൽ പ്രശസ്തമായ ഹോട്ടലിലായിരുന്നു താമസം. മികച്ച പരിചരണം, സമീകൃത ആഹാരം, പരിശോധനകൾ, അങ്ങനെ എല്ലാം. 12-ാം ദിവസം ഡോക്ടർ അബീർ വീണ്ടും വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. 3-ാമത്തെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ദൈവത്തിന് സ്തുതി. ഈ രാജ്യത്തിനും ഭരണാധികാരികൾക്കും ആശുപത്രി ജീവനക്കാർക്കും പ്രവാസി സുഹൃത്തുക്കൾക്കും KMCC വോളണ്ടിയേഴ്സിനും യൂത്ത് ഇന്ത്യ പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദിയും പറഞ്ഞു. ഈ പ്രവാസ ജീവിതത്തിൽ എൻ്റെ സമ്പാദ്യം യഥാർത്ഥത്തിൽ നിങ്ങളായിരുന്നു എന്ന് ആ പ്രവാസി വെളിപ്പെടുത്തുകയുമായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.